ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എക്സ്ട്രാ തുമ്പുകളൊക്കെ ഇതിനൊക്കെ നാട്ടി ലെവലാക്കിയിട്ട് കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അത് കുറച്ച് ഇപ്പുറത്തൂടെ അവർക്ക് ലൂസ് ടൈറ്റ് ആവുകയാണെങ്കിൽ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഇപ്പുറത്തൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം ചെയ്ത സ്റ്റിച്ചുമ്പോൾ തന്നെ ഒരു സ്റ്റിച്ച് കൂടി പൊട്ടാതിരിക്കാൻ ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ആയിട്ടിരുന്നുള്ളൂ. ഇപ്പുറത്ത് 4 ഇഞ്ച് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് ഇപ്പുറത്തൂടെ സ്റ്റിച്ച് കൂടെ എല്ലാം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ടൈറ്റായി തുമ്പ് കണ്ട് ഇനി ഓപ്പോസിറ്റ് മറ്റേ സൈഡ് അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കൈയിന്റെ അവിടെ നിന്ന് തുടങ്ങാം. താഴത്തുനിന്ന് തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. താഴത്തുനിന്ന് വേണമെങ്കിൽ താഴത്തുനിന്ന് തുടങ്ങാം. കൈയിന്റെ അവിടെ നിന്നാകുമ്പോൾ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത ആ ഒരു ലെവലിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഭാഗം ചെയ്തതുപോലെ തന്നെ കൈയിന്റെ തുമ്പ് കയ്യിലോട്ട് ഇട്ട് കൊടുക്കുക. കൈ ഫിറ്റ് ചെയ്ത ഭാഗം റിക്കാർഡിന്റെ അവിടെ ജോയിന്റുകൾ ഒരുമിച്ച് ഒപ്പം തന്നെ ആവണം. കയറി ഇറങ്ങി പോകരുത്. മറ്റേ വശം ചെയ്ത പോലെ തന്നെ ഈ സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ സൈഡ് വിളിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കഞ്ചി പൊട്ടിച്ച് അങ്ങനെ ആ സൈഡ് ചെയ്ത പോലെ തന്നെ ഈ സൈഡിലും ഇട്ട് കൊടുക്കുക. ചെയ്ത് കൊടുക്കുക. കഞ്ചി പുറത്തൂടെ ഫുള്ളായിട്ട് ചെയ്ത ആ സൈഡ് ചെയ്ത ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. ജോയിന്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസ് വന്നിട്ട് ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് കുടുങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നടക്ക് ശ്രദ്ധിക്കുന്നത് കയറി കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് പൊട്ടിച്ച് പിന്നടിക്കുക. ഏകദേശം കൂട്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അടിഭാഗം മടക്കി അടിക്കണം. അടിഭാഗം മടക്കി അടിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഫ്രണ്ട് പാർട്ട് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് രണ്ടിനെ ഒരുമിച്ച് ഇതുപോലെ പിടിക്കുക. പിടിച്ച് നോക്കിയിട്ട് ഒരേ ലെവലില് താഴെ വരെ പിടിച്ച് നോക്കണം. തുമ്പ് രണ്ടും ഒപ്പം തന്നെ അല്ലേ നോക്കുക. ഇത് ഏകദേശം ഒപ്പമാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇനി നമുക്ക് മടക്കി അടിക്കേണ്ടത് 1 ഇഞ്ച് തുമ്പ് ഇതാ ഇതുപോലെ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ചോക്കോ പെന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതേറ്റൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ ഒരു 1/4 ഇഞ്ച് തുമ്പ് ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് ആദ്യം മടക്കി അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തു. ഒരേ ലെവലില് 1/4 ഇഞ്ച് ഒരേ ലെവലില് നമുക്ക് കിട്ടുന്ന ആ രീതിയിൽ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ രണ്ടാമത്തെ അടി അടിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ സൈഡിന്റെ തുമ്പ് ബാക്കിലോട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്ക് വശത്ത് കണ്ടാൽ ബാക്ക്, ഇത് ഫ്രണ്ട്, ഇത് ബാക്കിലോട്ട് തന്നെ തുമ്പനെ നമ്മള് അടിഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്രണ്ടിലോട്ട് തുമ്പ പോകുന്നത് ഒരിക്കലും. ഫുള്ളായിട്ട് ഇതിനെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യും.
പ്രശ്നം വന്നിട്ടുണ്ട്. കുറച്ച് തുമ്പ് കയറി വന്നിട്ടുണ്ട്. സൈഡ് തൂങ്ങിയതാണ്. അതിനെ ഒന്ന് മാറ്റി തുമ്പൊക്കെ മാറ്റി കൊടുത്തിട്ട് ബാക്ക് പീസ് ഇതാണ്. ഓപ്പോസിറ്റ് വരുമ്പോൾ തുമ്പിനെ ബാക്ക് പീസിലോട്ട് മുറിച്ചു. രണ്ട് ഭാഗം ക്ലിയർ ആയി. തുമ്പ് ബാക്കിൽ തന്നെ തള്ളിക്കൊണ്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുക. ഒരു 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ രണ്ടാമത്തത് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇതേ ഒരേ വീതിയിൽ തന്നെ അപ്പൊ കോട്ടിന്റെ ഏകദേശം സ്റ്റിച്ചിങ് നമ്മള് തീരാറുണ്ട്. അടിഭാഗമാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പൊ നമ്മള് കോട്ടിന്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അടിഭാഗം മടക്കി അടിച്ചു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കോട്ട് ലോങ് കോട്ട് എന്ന് പറയുന്ന സംഭവം ഇതാണ് ലോങ് കോട്ട്. ഇനി ഇതിനെ ഇത് ഉദ്ദേശമാണ് ഉള്ളിലോട്ട് കയ്യില് പുറകോട്ടാക്കി മറിച്ച് ഏകദേശം ഞാൻ രൂപം വെച്ച് കാണിച്ചത്. ഇതാണ് ലോങ് കോട്ട് എന്ന് പറയുന്ന സംഭവം. സ്ട്രൈറ്റ് ആയിട്ടാണ് ഇതിന്റെ കഴുത്ത് വരില്ല. കോളറും കഴുത്തൊന്നും വരില്ല. അത് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഡ്രസ്സ് ഫുള്ളായിട്ട് നമുക്ക് കാണുന്ന വിധത്തിലുള്ള കോട്ടാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. കട്ടിങ് മുമ്പ് കാണിച്ചിരുന്നു. കട്ടിങ് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കും. അടുത്ത ഒരു വെറൈറ്റി ഡ്രസ്സുമായി വീണ്ടും ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ബൈ.